സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത് കഅന്നഹുന്ന ബൈദും മക്നൂൻ, ഒളിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെയാകുന്നു അവർ, പക്ഷിമുട്ടകൾ. അങ്ങനെ നിങ്ങൾ കുറച്ച് നല്ല ഉദാഹരണം പറയാം, ആൾക്കാർക്ക് മനസ്സിലാവണ ഉദാഹരണം. അതിനാണ് ഞങ്ങളെ കൊടുക്കുന്നത്. അല്ലാതെ അങ്ങനെ വെളുത്ത് തുടുത്തത് കാരണം മനസ്സിലാവില്ല. എങ്ങനെയാണ് പറഞ്ഞുതരും. അതായത് ഇത് കണ്ണിനെ കുറിച്ചാണ് പറയുന്നതെന്നും അല്ല മൊത്തം ശരീരത്തെ കുറിച്ചാണെന്ന് രണ്ട് അഭിപ്രായം ഉണ്ട്. എന്തായാലും ഉസ്താദ് ആ വർണ്ണന, ആ ഒരു ഉദാഹരണം അടിപൊളിയാണ്, അതൊന്ന് കേൾക്കാം. പ്രത്യേകിച്ചും മരുഭൂമിയിൽ ഒട്ടക പക്ഷി വളരെ ശ്രദ്ധയോടുകൂടി മുട്ടയിട്ടാൽ അതിന്റെ ആ ഒരു വെളുപ്പിനെ ഉപമിച്ചുകൊണ്ട് സുന്ദരികളായ സ്ത്രീകളെക്കുറിച്ച് അറബികൾ പറയാറുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പക്ഷികളുടെ മുട്ടയുടെ മേൽഭാഗത്തുള്ള തൊലി കളഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണുന്ന, നമ്മൾ കോഴിമുട്ടയെല്ലാം പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ബയാദ്, ഒരു വെളുപ്പ്, അതാണ് ഇവിടെ ഉദ്ദേശമെന്നും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ അങ്ങേയറ്റം വെളുത്തവരും സുന്ദരികളും ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ളവരുമാണ് അവർ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഹൂറികളുടെ കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് തോട് പൊടിച്ച് കളഞ്ഞാൽ കിട്ടുന്ന ഒരു വെളുപ്പുണ്ടല്ലോ, ആ വെളുപ്പായിരിക്കും. അത് ഹൂറികളുടെ മൊത്തത്തിലുള്ള കളറാണെന്നും അല്ല കണ്ണിന്റെ, കൃഷ്ണമണി അല്ലാത്ത കണ്ണിന്റെ വെള്ള ഭാഗത്തിന്റെ കളറാണെന്നും രണ്ട് അഭിപ്രായം. എന്തായാലും വെളുത്തിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമുക്കറിയാം പുരുഷന്മാർക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാകും സ്വർഗ്ഗലോകത്ത്. പക്ഷേ സ്ത്രീകൾക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ഇണ എന്നുള്ളതാണ്. ദുനിയാവിലും അങ്ങനെ തന്നെ. ദുനിയാവിൽ ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കാം, എന്നാൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് അവളുടെ നേച്ചർ. അല്ലാഹു അങ്ങനെയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്വർഗ്ഗത്തിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയും എനിക്ക് ഒന്നിലധികം ഇണ വേണമെന്ന് ആഗ്രഹിക്കുക പോലുമില്ല. കേട്ടോ, സ്ത്രീകളുടെ അവസ്ഥയിലെത്തിയപ്പം പണ്ഡിതന്മാർക്കിടയിൽ ഒരേ സലഫികളുടെ ഒരേ ആശയത്തിലുള്ള രണ്ടാൾക്ക്, അതായത് ബാസിലിന്റെ രണ്ട് ഉസ്താദുമാർക്ക് രണ്ട് അഭിപ്രായം. മറ്റയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് എന്താഗ്രഹിച്ചാലും എല്ലാം കിട്ടും, അപ്പൊ സ്വർഗത്തിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഓൽക്ക് കിട്ടും എന്നാണ്. ഇവിടെ ഈ ഉസ്താദ് പറയുന്ന നോക്കൂ, രണ്ട് പുരുഷന്മാരെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയുടെ ന്യൂനതയാണ്. പഠിച്ചവൻ അങ്ങനെയാണ് സ്ത്രീകളെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭൂമിയിലും ഒന്നെ, സ്വർഗത്തിലും ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനെ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഭർത്താവിനെ സ്ത്രീ ആഗ്രഹിക്കുക പോലുമില്ല. അപ്പൊ ഇവിടെ അഭിപ്രായ വ്യത്യാസം, ഇവിടെ അവ്യക്തതയുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കൂ, പുരുഷന് വേണ്ടി വർണ്ണിക്കുന്ന ഹൂറുലീനിന്റെ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അവരുടെ കളറ്, വർണ്ണം, വണ്ണം, വീതി, നീളം, എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവർക്കേക അഭിപ്രായമാണ്. പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്ത് കിട്ടും, സ്ത്രീകൾക്ക് എന്ത് കിട്ടും സ്വർഗത്തിൽ എന്ന് ഒരേ സലഫി വിഭാഗത്തിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ രണ്ട് മൗലവിമാര് തലേ കൊല്ലം പിറ്റേ കൊല്ലം റമദാനിൽ സ്വർഗം വിവരിച്ചപ്പോ രണ്ടാള് പറയണത്, ഒരാൾ പറയണു സ്ത്രീകൾക്ക് അവരെന്താഗ്രഹിക്കുന്നു അത് കിട്ടുമെന്ന് പഠിച്ച ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയണു ഇല്ല, അങ്ങനെ കിട്ടൂല, സ്ത്രീക്ക് ഒന്നെ കിട്ടുള്ളൂ, അത് അങ്ങനെയാണ് പ്രകൃതം, അവിടെ അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. അവന്റെ പെണ്ണുങ്ങൾ എങ്ങളെ അവസ്ഥ ആലോചിച്ചു. പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണ്, പുരുഷന്മാർക്ക് ഒരുപാട് ഇണകൾ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കൂടുതൽ ഇണകളില്ല? സ്ത്രീകൾക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാവുക എന്നത് ഐബാണ്. ആ ഐബ് സ്വർഗ്ഗലോകത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗലോകത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. എന്നാൽ ഒരു പുരുഷന് ഒന്നിലധികം ഇണകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതൊരു പോരായ്മയേ അല്ല, അത് പുരുഷത്വത്തിന്റെ പോരായ്മയേ അല്ല. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗലോകം അതിന്റെ ഒരു മനുഷ്യ പ്രകൃതത്തിന്റെ സമ്പൂർണ്ണത നിലനിൽക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു ഇണ മാത്രം, അതിൽ കൂടുതൽ അവൾ നോക്കുകയോ ആഗ്രഹിക്കുകയോ പോലും ചെയ്യുകയില്ല. അപ്പൊ ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ ആഗ്രഹിക്കുന്നത് ന്യൂനതയാണ്. ആ ന്യൂനത എന്താവൂല, സ്ത്രീക്ക് ഉണ്ടാവൂല. അതേ സമയത്ത് ഒരു പുരുഷൻ 72, 30, 90, 1000 ആഗ്രഹിക്കുന്നത് അവന്റെ പുരുഷത്വത്വത്തിന്റെ ന്യൂനതയല്ല, അത് അവന്റെ പുരുഷത്വത്വത്തിന്റെ ഔന്നിത്യത്വമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏതാ മൊയ്ലിയാരൊക്കെ വളവ്? അത് ഭൂമിയിലും അങ്ങനെ തന്നെയാണ്, സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്. അത് കൊള്ളാം. എന്തായാലും നല്ലൊരു ഇതായിരിക്കുന്നത്. എന്തൊരിത്, ഇങ്ങനെയുണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരിത്, അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. ഒരു പ്രത്യേകതരം സൃഷ്ടിപ്പാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ അവർ ബിക്റുകളായിരിക്കും, അഥവാ സദാ കന്യകകളായിരിക്കും. അതാണ് ഇത്. നേരത്തെ ഹുസൈൻ സൽവി പറഞ്ഞപ്പോ ചില ആൾക്കാർക്ക് ഇവിടെ നമ്മളെ കമന്റ് ബോക്സിലുള്ള വിസ്ഡത്തിന്റെ തന്നെ കുറച്ച് കുട്ടികൾക്ക് സംശയം. ഹുസൈൻ സൽഫി അങ്ങനെ പറഞ്ഞിട്ടില്ല, ലിയാഖത്ത് അത് കോട്ടിമാട്ടിയതാണ് എന്നാണ് പറയുന്നത്. കന്യകകളായിരിക്കും ഞങ്ങൾ സലഫി പറഞ്ഞിട്ടുള്ളൂ, അത് ലിയാഖത്ത് കോട്ടിമാട്ടി സദാ കന്യക എന്ന് പറഞ്ഞു എന്നാണ്. നിങ്ങൾ ഒന്ന് അത് ക്ലാരിറ്റി കൊടുത്തി കൊടുക്കി. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും കന്യകാത്വം വീണ്ടും തിരിച്ചു കിട്ടും. അതാണ്. അപ്പോൾ സദാസമയവും കന്യകകളുടെ അവസ്ഥ അള്ളാഹു നിലനിർത്തുന്നവർ. അള്ളാഹ്ക്ക് നല്ല പണി തന്നെ, അത് പിടിപ്പത് പണിയാണ് അള്ളാഹ്. അല്ലെങ്കിൽ ഇതിന് ഈ ഹൂറികളുടെ കന്യകത്വം നിലനിർത്താൻ വേണ്ടി മെയിൻ്റനൻസിന് വേണ്ടി വേറെ മലക്കുകൾ ഏർപ്പാടായിരിക്കണം. എല്ലാത്തിനും മലക്കുകളാണേ. മഴ പെയ്യിക്കുന്നത്, ഇടിമിന്നുന്നത് ഒക്കെ മലക്കുകളാണ്. റൂഹ് പിടിക്കാൻ മലക്കാണ്. ഈ ഹൂറികളുടെ ഈ കന്യാകത്വ ചർമ്മം അവിടെ റിപ്പയർ ചെയ്യാൻ വേറെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടോ? അതോ അള്ളാഹു കുൻ ഫയക്കൂൻ എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ കുൻ ഫയക്കൂൻ എന്ന് പറയുന്ന പോലെ കന്യാചർമ്മം വീണ്ടും വരുന്നതാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ക്ലാരിറ്റി വന്നല്ലോ. ഹുസൈൻ സൽവി പറഞ്ഞതിന് ഞാൻ കോട്ടിമാറ്റിയതല്ല, അങ്ങനെ തന്നെയാണ് ഉസ്താദ് വിശദീകരിച്ചത്. സദാ കന്യാകത്വം നിലനിർത്തുന്ന ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആലോചിക്കേ. മുഹമ്മദ് നബി മുഹമ്മദിന്റെ മനോനില മറ്റുള്ളവരിൽ ആരോപിക്കുകയും അതനുസരിച്ചുള്ള ഓഫറുകൾ മുന്നോട്ട് വെക്കുകയും ആണ് ചെയ്തത്. അഥവാ കന്യകകളായ ചെറിയ പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്,
അങ്ങനെ പറയും. ചെറിയ പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ പറയാം. അവിടെ ഹൈലു നിഫാസും ഒന്നുമില്ല. പിന്നെ എന്ത് കുന്ത്രാണ്ടം വെച്ചിട്ട് നിങ്ങൾ പ്രായപൂർത്തി അളക്കുന്നത്? മറ്റേ 33-ന്റെ കഥ പറഞ്ഞിട്ടായിരിക്കും അല്ലെ? ചെറിയ പെൺകുട്ടികൾ, 30 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. 30 വയസ്സുള്ള പെണ്ണുങ്ങളാണോ അതോ ചെറിയ പെൺകുട്ടികളാണോ? സദാ കന്യകത്വം നിലനിർത്തുന്ന ചെറിയ പെൺകുട്ടികളാണ് അല്ല കൊടുക്കുന്നത്, അതോ 33 വയസ്സ് 30 വയസ്സ് 33 വയസ്സുള്ള യുവാക്കളെയാണ് കൊടുക്കുന്നത്? എനിക്കെന്താ വ്യക്തത കുറവുണ്ട് അതില്? നിങ്ങൾ കേട്ടവർക്ക് എന്താ മനസ്സിലായത്? എന്നാൽ ആ യുവത്വം കൈവിട്ടിട്ടില്ലാത്ത ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ ശബ്ദം, പ്രത്യേകമായ ശബ്ദം, സ്വർഗത്തിലെ സ്ത്രീകൾക്ക് ആ നിലക്കുള്ള പ്രത്യേകമായ ശബ്ദമാണ് ഉണ്ടാവുക. അവർ പാട്ടുപാടുക കൂടി ചെയ്താൽ അത് സൗന്ദര്യത്തിന്റെ മേൽ സൗന്ദര്യമായി ഹൂറുലിങ്ങൾ പ്രത്യേകമായി പാട്ടുപാടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികം. 72 ആൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് പാട്ട് പാടിയ നല്ല രസമായിരിക്കും. എന്തായാലും ഞാൻ എന്താ പറയാ, ഇത് ഞാൻ പറയണാണോ? അല്ലല്ലോ. ബാസിൽ എന്താ പറഞ്ഞ? ഞങ്ങൾ ബാസിലിനെ സ്മരിക്കണം. ബാസിൽ എന്താ പറഞ്ഞ? ഫാറൂഖ് കോളേജിൽ പോയിട്ട് ഞങ്ങൾ സലഫികൾ എന്ന് പറഞ്ഞാൽ ലിഖാ റബ്ബ് മാത്രം ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്നവരാണ്, അള്ളാഹിനെ കാണുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരമാനന്ദം ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ദീനിൽ ആളുകളെ നിർത്താനും അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെയുള്ള യുവജനങ്ങളെ ഈ ദീനിനു വേണ്ടി പടപൊരുതാനും സൈബർ ജിഹാദിനും ഇളക്കിവിടാനും ഇവരുപയോഗിക്കുന്നത് ഏത് തന്ത്രമാണ്? എന്ത് ഓഫറാണ്? ഇമാരി ഓഫർ കേട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ തന്നെ ഒരു വേള, ഞാൻ ഒന്നാമത്തെ തൽപരകക്ഷിയല്ല, എന്നിട്ട് പോലും ഒരു വേള എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയി. സുഹൃത്തുക്കളെ, ചഞ്ചലപ്പെട്ടു പോയി. എങ്ങാനും ബിരിയാണി കൊടുക്കുവോ എന്നൊരു ഒരു കാളല്, ഒരു തോന്നല്. ഈ ജാതി വർണ്ണന കേട്ടാൽ ഈ മദ്രസയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ എന്തിനും ഉറങ്ങി പുറപ്പെടൂലേ? നിങ്ങൾക്ക് തോന്നണില്ല? ഈ ജാതി വർണ്ണന കേൾക്കുമ്പോ വെറുതെയാണ് ആൾക്കാർ പോയിട്ട് പൊന്നാനി പോയിട്ട് അച്ഛൻ ചത്തി ഷാഹത്ത് കലിമ ചെല്ലുന്നത്? 45-50 വയസ്സുള്ള കാക്കാമാര് വെറുതെ പെട്ടെന്ന് പോയിട്ട് ഷാഹത്ത് കലിമ ചെല്ലണവർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ? ഇവര് സ്വകാര്യത്തിൽ ദേവാ ക്ലാസ്സിന് വിളിച്ചോണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആർക്കറിയാം? എത്ര കേട്ടാലും മതിവരാത്ത സംസാരത്തിന്റെ ഭംഗി, ശരീരത്തിന്റെ ഭംഗി, മനസ്സിന്റെ ഭംഗി, ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയവളായിരിക്കും സ്വർഗത്തിലെ സ്ത്രീ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എല്ലാം കൊണ്ടും സമ്പൂർണമായിരിക്കും. കൂടുതൽ വർണ്ണിക്കണ്ട ഉസ്താദേ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ ഇണകളായി നൽകിയതെന്തിനാണ്? അവരുമായിട്ട് ഒരു പുരുഷൻ, അല്ലെങ്കിൽ ഇണകൾ പരസ്പരം ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനവും അവർ നിരന്തരം ആസ്വദിച്ചുകൊണ്ടിരിക്കും എന്നാണ്. നിരന്തരം. വെള്ളിയാഴ്ച അള്ളാനെ കാണാൻ പോണ്ടേ? വലിയ രാവിലെയും വൈകുന്നേരം അള്ളാനെ കാണാൻ അങ്ങാടി പോണ്ടേ? അതോ വൈകുന്നേരം വെള്ളിയാഴ്ച പോണോ? എപ്പോഴാണത്? നിരന്തര ആസ്വാദനാണല്ലോ. എങ്ങനെയാണ് ആസ്വാദനം? ഉസ്താദ് വിശദമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോളി. സൂറത്ത് യാസീനിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാക്കിഹുൻ. സ്വർഗ്ഗത്തിന്റെ ആളുകൾ സ്വർഗ്ഗലോകത്ത് ഓരോ ശുഗലുകളിൽ ആനന്ദിക്കുന്നവരായിരിക്കും. ഇവിടെ എന്താണ് ആ ശുഗൽ? എന്താണ് ആ ശുഗൽ? ശുഗൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാട് കേട്ടോ. ശുഗൽ പറഞ്ഞ ഏർപ്പാട്, പണി, തൊഴിൽ ഒക്കെ ശുഗൽ അറിയും. എന്താ എന്റെ സൊയല് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നാടൻ ഭാഷയില്? എന്താ അപ്പൊ എന്റെ സൊയല് എന്ന് ചോദിക്കില്ലേ? ആ സൊയല് ഈ സുഗലാണ് കേട്ടോ. അപ്പൊ ഈ സുഗൽ എന്താണ്? ഇവർ സദാ സുഗലിലായിരിക്കും. എന്താ പോലെ മെയിൻ സുഗല്? അതുതാ ഇമാമുമാര് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും പോലും. കേട്ടോളി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നുള്ള ചില റിവായത്തിൽ കാണുന്നത് ശുഗലുഹും ഇഫ്തിദാദുൽ അബ്കാർ, ശുഗലുഹും ഇഫ്തിദാദുൽ അബ്കാർ, അഥവാ കന്യകകളായ പെൺകുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അങ്ങനെ തന്നെയല്ലോ ഉസ്താദ്? കന്യകകളായ അവരുടെ ഇണകളുമൊത്തുള്ള ശാരീരിക ബന്ധമടക്കമുള്ള മറ്റു പ്രേമസല്ലാപങ്ങളിലായിരിക്കും അവർ എന്നാണ്. അപ്പോൾ ഒന്നിലധികം ഇണകൾ അവർക്കുണ്ടാവുകയും ചെയ്യും. അതായത് ഒന്നിലധികം ഇണകൾ അവർക്കുണ്ടാകും. അവർ സദാ ശുഗലിൽ ഏർപ്പെട്ടിരിക്കും. അവർ സദാ ആനന്ദിച്ചിരിക്കും. അവർ സദാ കന്യകകളുമായി ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കണേ, ഇതിന്റെ അടിയിൽ വെള്ളിയാഴ്ച നട്ടുച്ചക്ക് അള്ളാനെ കാണാൻ അങ്ങാടിക്ക് പോകും ആരെങ്കിലും? അല്ല ഉസ്താദ്, നിങ്ങളാണ് പോവോ? ഈ ശുഗല് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അള്ളാനെ കാണേണ്ടത്? എന്തിനാണ് അള്ളാഹുവിനെ കാണുന്നത്? മച്ചാൻ ഇത് പോരളിയ എന്ന് മച്ചാൻ അത് പോരളിയ എന്ന് അള്ളഹാനോട് ചോദിക്കൂലേ? എന്നിട്ട് അബ്ദുള്ള ബാസിൽ പറയാം, ഈ ശുഗലിലൊന്നും ഏർപ്പെടാതെ അബ്ദുള്ള ബാസിൽ ആ ഒരു മൂലക്ക് ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കും. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇറങ്ങി അങ്ങാടിക്ക് പോയിട്ട് അള്ളാഹിനെ ഒരു നോക്ക് കാണും. അപ്പൊ കിട്ടുന്ന ഒരു സുഖം, അതുമായിട്ട് വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ ശുക്ർ ചൊല്ലി ആ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ കുത്തിരിക്കും അബ്ദുള്ള ബാസില്. എന്നിട്ട് വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വീണ്ടും, ജുമയൊക്കൊന്നും പോകണ്ടല്ലോ, നിസ്കാരമൊന്നും ഒന്നുമില്ല. അപ്പൊ അങ്ങാടിക്ക് പോയാൽ അള്ളാഹിനെ മാനത്ത് ഇങ്ങനെ കാണാം. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ അബ്ദുള്ള ബാസിൽ ആ നിർവൃതിയിൽ കാത്തിരിക്കും. എന്നിട്ട് മുജാഹിദുകൾ, അതായത് അബ്ദുള്ള ബാസിൽ ആകെ ആഗ്രഹിക്കുന്നത് എന്താണ്? ലിഖാ റബ്ബി. അത് വെള്ളിയാഴ്ച ഉണ്ടാവും എന്നാണ് കഥ. അപ്പൊ ഓരോ വെള്ളിയാഴ്ചയും അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ടാണ് ബാസിൽ സ്വർഗത്തേക്ക് പോകുന്നത് എന്ന് ബാസിൽ കോളേജിലെ കുട്ടികളോട് പറയുന്നു. എങ്കിൽ ബാസിലിനെ പഠിപ്പിച്ച വലിയ ഉസ്താദുമാര് വെള്ളിയാഴ്ച പള്ളിക്കത്തെ മിമ്പറിലും റമദാനിലെ സ്പെഷ്യൽ ക്ലാസ്സിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ് സ്വർഗത്തേക്ക് പോകുന്നത് എന്തിനാണ്? സദാ ശുഗലിൽ ഏർപ്പെടുക. എന്താ ശുഗല്? ശുഗലി പറഞ്ഞാൽ സുഖാസ്വാദനമാണ്, സ്വർഗത്തിലെ ശുഗല്. ആ ശുഗല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കന്യകകളായിട്ടുള്ള പെൺകുട്ടികളുമായിട്ട് സദാ രമിച്ചു കൊണ്ടിരിക്കുക. ബാസിലെ ഇജ്ജ് പറഞ്ഞ വിശ്വസിക്കണോ, എന്റെ ഉസ്താദുമാര് പറഞ്ഞ വിശ്വസിക്കണോ? നിങ്ങൾ തീരുമാനത്തിലെത്തി. അതോ അബ്ദുള്ള ബാസിൽ സ്വർഗത്തിലെത്തിയാലും പിന്നെ അള്ളാഹിനെ കണ്ടാൽ മാത്രം മതി, എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിരിക്കാൻ ചെയ്യാൻ പോകുന്നേ? എനിക്കറിയില്ല. അത് ബാസിലാണ്
തീരുമാനിക്കട്ടെ. ഒരു കാര്യം, ഇതൊക്കെ ബാസിൽ ചോദിച്ചു മേടിക്കണം കേട്ടോ. ഇതൊന്നും നമ്മൾ വെറുതെ ബോണസ് ആയിട്ട് കൊടുക്കുന്നതല്ല. ഇതൊക്കെ അബ്ദുള്ള ബാസിൽ കുത്തിയിരുന്ന് എരന്ന് മേടിക്കുന്നതാണ് നമ്മളെടുത്തുന്നത്. ഇതൊന്നും എന്റെ വിഷയമേ അല്ല. പക്ഷെ നാട്ടിൽ ഇറങ്ങിയിട്ട് വിടുവായത്തം പറയുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാസിൽ മനസ്സിലാക്കണം. ബാസിൽ ഇനി എപ്പോഴും ഓർമ്മ വേണം, എന്ത് വിടുവായത്തം പറയുമ്പോഴും നുണ പറയുമ്പോഴും തള്ളി മറിക്കുമ്പോഴും ലിയാക്കത്ത് ജീവനോടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഓർമ്മ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ആ ഒരു വേട്ട കണക്കുണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെ മേടിക്കും. ഇത് കിട്ടുമ്പോൾ നിനക്ക് മാത്രമല്ല കിട്ടുക, ഉസ്താദ്മാർക്കും കിട്ടും, നബിക്കും കിട്ടും. ഇലാ ഹദ്റത്ത് റൂഹി നബീന അതും കിട്ടും. അബ്ദുള്ള ബാസിലിനെ മര്യാദക്കാരനാക്കുക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം. നേരത്തെ നമ്മളൊരു ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ സ്വർഗ്ഗത്തിലെ ചില കൂടാരങ്ങൾ, ആ കൂടാരങ്ങളുടെ ഓരോ ഭാഗങ്ങളിലും കുടുംബങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ കാണാൻ പറ്റാത്ത അത്രയും ദൂരെയായിരിക്കും. ഈ പുരുഷന്മാർ അവരെയെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. തങ്ങളുടെ ഇണകളെ ഓരോ ഭാഗങ്ങളിൽ പോയി സന്ദർശിക്കും. അതെ, പുരുഷന്മാര് അതാണ് ചെയ്യുക. ബാസിൽ അള്ളാഹിനെ കാണുന്നത് കാത്തിരിക്കും. ലിക്കാ റബ്ബ് മാത്രം മതിയല്ലോ. ആരെയാ ബാസിൽ പറഞ്ഞു പറ്റിക്കുന്നത്? ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്, യുഅതൽ മുഅ്മിനു ഫിൽ ജന്നതി ഖുവത കദാ വകദാ മിനൽ ജിമാ. ഇണകളും അത് ശരി. ഇതാണ് നേരത്തെ പറഞ്ഞ കൂവത്ത്. കൂവത്ത് പറഞ്ഞാൽ നമ്മളെ സാധാരണ നാടൻ കൂവയല്ല. കൂവത്ത് പറഞ്ഞാൽ 72 സ്ത്രീകളെ ചുറ്റിലും കൂടാരം കെട്ടി പിന്നെ എന്താ പറയാ, മുത്തുകൾ ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ പോരാ, അതിന് കൂവത്ത് വേണം. ആ കൂവത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ സദാ ശൂലിലായിരിക്കും, ഇവർ കൂടാരങ്ങളിൽ ഉണ്ടായിരിക്കും, ഇവരിങ്ങനെ സദാ ആനന്ദിച്ചിരിക്കും, ഇവർ കന്യകകളുമായി നിരന്തരം രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞപ്പോ സഹാബികൾക്ക് ഒരു സംശയം, അല്ല നബി അതൊക്കെ ഇപ്പൊ നടക്കുവോ? നബിക്ക് ഒരു രാത്രി ഒരു ദിവസം തന്നെ 9 ആളെ സന്ദർശിച്ചു എന്നൊക്കെ കഥയുണ്ട്. അത് തന്നെ സഹാബികൾക്ക് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് അന്തം വിട്ട സഹാബിയുടെ കഥ ഹദീസിലുണ്ട്. ഒന്നാലും നമ്മളെ നബീനെയും കൊണ്ട് എങ്ങനെ ഇതൊക്കെ കഴിയണമെന്ന് ആലോചിച്ചിരുന്ന സഹാബിമാരുണ്ട്. ഹദീസിലുള്ള കാര്യമാണ്. അപ്പൊ മുഹമ്മദ് നബിക്ക് എന്താ 30, 70, 80 ആളുകളുടെ ശക്തിയോ കുതിരയുടെ ശക്തി എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ അതാണ് കഥ. 72 പിന്നെ നാട്ടിൽ നിന്ന് 2. അപ്പൊ ഇത്രയും സ്ത്രീകളുണ്ടെങ്കിൽ സദാ ശുഗലിലായിരിക്കും എന്ന് പറഞ്ഞപ്പോ സഹാബിമാർക്ക് ഒരു സംശയവും, അതൊക്കെ നമ്മളെയും കൊണ്ട് സാധിക്കോ നബിയെ എന്ന്. അപ്പൊ നബി പറഞ്ഞു, ഒക്കെ സാധിക്കും. എന്താ സാധിക്കാത്തെ? ഇണചേരാനുള്ള ഇന്ന ശക്തികൾ പുരുഷന് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അവ യുതീഖു ദാലിക്, അങ്ങനെ സാധിക്കുമോ നബിയെ? അങ്ങനെ സാധിക്കുമോ? കാരണം നമുക്കറിയാം, ദുനിയാവിൽ ശാരീരികമായി ഇണചേർന്ന് കഴിഞ്ഞാൽ അവർ ദുർബലരാകും. പിന്നീട് ആ ശക്തി വീണ്ടെടുക്കാൻ അവർക്ക് സമയമെടുക്കും. പക്ഷേ അതുകൊണ്ടാണ് സഹാബികൾ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅതാ ഖുവത മിഅ, 100 ആളുകളുടെ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്നാണ്. ജിമാഇന് വേണ്ടി, ഇണചേരാൻ വേണ്ടി തന്നെ 100 ആളുകളുടെ ശക്തിയായിരിക്കും സ്വർഗ്ഗലോകത്ത് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കും. അല്ല, അത് പിന്നെ ഇണചേരാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പറയണ്ട. കാരണം സ്വർഗത്തിൽ ആകെ ശക്തി വേണ്ടത് ഇതിന് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിക്കുന്നത്, ശക്തി പ്രയോഗിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് ചെയ്യാനാണ് അവിടുന്ന് പോണത്. 100 ആളുകളുടെ ശക്തി കൊടുക്കുമ്പോൾ 72 ഹൂറിമാരും പിന്നെ 100 ആളുകളുടെ ശക്തി എക്സ്ട്രാ കൊടുക്കും. എന്തിനാ? ഈ ശുഗലിൽ സദാ ഏർപ്പെടണം. അല്ലാതെ ഒന്ന് കഴിഞ്ഞ് അടുത്തതിന് മുമ്പ് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടുന്ന് സ്വർഗത്തേക്ക് പോകണ്ടല്ലോ എന്നാണ് സഹാബിമാർ ചോദിക്കും. അപ്പൊ നബി പറഞ്ഞു, ഒന്നും ബേജാറാവണ്ട, എണ്ണം പറഞ്ഞ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള കൂവത്തും തരും എന്നാണ് നബി പറഞ്ഞു. 100 ആളുടെ ശക്തി നിങ്ങൾക്ക് ഉണ്ടാവുക, ധൈര്യമായിട്ട് പോയിക്കോളിന. ഇനി ഒരു സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന്റെ ദൈർഘ്യം എത്രയായിരിക്കും? ഒരു ബന്ധത്തിന്റെ ദൈർഘ്യം അതൊക്കെ ഉസ്താദ് പറഞ്ഞുതരും. അങ്ങനെയുള്ള ഇണകൾ സ്വർഗ്ഗലോകത്ത് കാത്തിരിക്കുന്നു. അവരാണ് ഹൂറുൽ ഈങ്ങൾ. ഇത്രയും മനോഹരമായ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നേരത്തെ ഹുസൈൻ സലഫി വയൽ പറഞ്ഞപ്പം ആമീൻ പറയാത്ത പോലല്ല, ഇപ്പം ഏത് ഈമാൻ ഇല്ലാത്തവനും ഒന്ന് ആമീൻ പറഞ്ഞു പോകും. ആ ജാതി വർണ്ണനയാണ്. അപ്പോഴാണ് ബാസിൽ ഫാറൂഖ് കോളേജിലെ കുട്ടികളെ പറ്റിക്കാൻ പറയുന്നത്, ഞങ്ങൾ ലിക്കാ റബ്ബായിട്ട് നടക്കാണ്. ലിക്കാ റബ്ബ് നാട്ടുകാരോട് പറയുകയും കിനാവ് വേറെ കാണുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു മനോനില വെച്ച് പുലർത്തുകയും ഈ തരം സ്വപ്നങ്ങൾ താലോലിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? മരിച്ചു ചെന്നിട്ട് വേണം എനിക്കൊന്ന് സുഖിക്കാൻ, എനിക്കൊന്ന് അർമാദിക്കാൻ എന്ന ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആളുടെ മനോനില എത്ര വികൃതമായിരിക്കും ആലോചിച്ചു. അവന്റെ ബാസിലെ ഉസ്താദ്മാർക്ക് ഇമാരി സമ്മാനമായി കൊടുക്കാൻ എന്നെപ്പോലെ ഒരു ശിഷ്യനെ ഓല് പടച്ചു വിട്ടല്ലോ. അത് ഓൽക്ക് ഓല് ചെയ്തതിന് അല്ല കൊടുക്കുന്നതാണ്.